നമസ്കാരം. മേരെ പ്യാരെ ദേശവാസിയോ, പേടിക്കണ്ട, എല്ലാവരുടെയും ഒരു ശ്രദ്ധ കിട്ടാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. പ്രത്യേക പ്രഖ്യാപനങ്ങൾ ഒന്നുമേ ഇല്ല. പിന്നെ സഹകരണ മേഖലയിലെ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? മുഖ്യമന്ത്രി കാണണമെന്ന് പറഞ്ഞാൽ പ്രധാനമന്ത്രി പറ്റില്ലെന്ന് പറയും. കേന്ദ്ര ധനമന്ത്രിയെ കണ്ടോളൂ എന്ന് പ്രധാനമന്ത്രി പറഞ്ഞാൽ സൗകര്യമില്ലെന്ന് മുഖ്യമന്ത്രിയും പറയും. ഒടുവിൽ കേന്ദ്ര സംസ്ഥാന ധനമന്ത്രിമാർ തമ്മിൽ കൂടിക്കാഴ്ച നടത്തും. രാജ്യത്തിൻ്റെ ഫെഡറൽ സംവിധാനത്തെ ശക്തിപ്പെടുത്താനായി ഷേക്ക് ഹാൻഡ് കൊടുത്ത് കശുവണ്ടിയും കഴിച്ച് ഇരുവരും പിരിയും. നോട്ട് സർക്കസിൽ അന്തവും കുന്തവും ഇല്ലാതെ നിൽക്കുന്ന സാധാരണക്കാരായ ജനങ്ങൾ മാത്രം ശരിക്കും പറഞ്ഞാൽ ശശിയാകും. അല്ലെങ്കിലും അച്ചടക്കത്തോടെ ബിവറേജിൽ ക്യൂ നിന്ന കുടിയന്മാരെ നോക്കി പുച്ഛിച്ചവരൊക്കെ കാശില്ലാത്ത ATM-നും ട്രഷറിക്കും മുന്നിൽ ഇപ്പോൾ ക്യൂ നിൽക്കുന്നത് കാണുമ്പോൾ ഒരൊറ്റ പ്രധാനമന്ത്രിയെപ്പോലും ഇതുപോലെ ജനങ്ങൾ അനുസ്മരിച്ചിട്ടുണ്ടാകില്ല എന്ന ഉറപ്പിൽ ഈ ആഴ്ചത്തെ ദിനദരികടവും ആരംഭിക്കുന്നു. കള്ളപ്പണം തടയാൻ വേണ്ടി കളസം കയറി നിൽക്കുന്ന കേന്ദ്ര സർക്കാർ എന്തും ചെയ്യും. അതിനിടയ്ക്ക് ട്രഷറിയിൽ കാശില്ലെന്ന് പറഞ്ഞ് ധനമന്ത്രി തോമസ് ഐസക് കൂടി നാട്ടുകാരെ വിരട്ടാൻ തുടങ്ങിയാൽ എന്നാ ചെയ്യാനാ? കൂട്ടബില്ലിന് കാത്തിരിക്കുന്ന പാവം പെൻഷൻകാരെ പ്രധാനമന്ത്രിക്കൊപ്പം ധനമന്ത്രി തോമസ് ഐസക് കൂടി മേരെ പ്യാരെ ദേശവാസിയും എന്ന് പറഞ്ഞ് വിരട്ടുകയാണ്. പ്രഖ്യാപനങ്ങളെല്ലാം കേട്ട് വിരളാൻ സാധാരണക്കാരൻ്റെ ജീവിതം പിന്നെയും ബാക്കി. ₹53 കോടി ആവശ്യപ്പെട്ടതിൽ 75 കോടിയെ 11:30 മണി വരെ ലഭിച്ചിട്ടുണ്ട്. ഈ 11:30 മണി വരെ 42 ട്രഷറികളിൽ പണമേ എത്തിയിട്ടില്ല. അവയെല്ലാം തന്നെ നാട്ടിൻപുറങ്ങളിലുള്ള സ്ഥിതിച്ചാൽ 24,000 കിട്ടുന്നുള്ളൂ. 2, ഇതിപ്പോൾ ഈ സമയം വരെയും ചോദിച്ചതിൻ്റെ പകുതിയെ കിട്ടിയിട്ടുള്ളെങ്കിലും ഈ സമയം വരെയും അത് കൊടുത്തുകൊണ്ടിരിക്കാൻ പറ്റുന്നുണ്ട്. എന്നാൽ അധിക പണം ഇനി വന്നില്ലെങ്കിൽ വൈകുന്നേരം ആകുമ്പോഴേക്കും പ്രയാസങ്ങൾ വരും. നാളെയും ഇതുപോലെ തന്നെ വരണം. പക്ഷേ ഇന്ന് കിട്ടിയിരിക്കുന്ന ഇന്നത്തേക്കുള്ള മാത്രമാണ്, നാളത്തേക്കുള്ളതില്ല. ഇന്ന് തന്നെ കിട്ടിയിരിക്കുന്നത് എല്ലായിടത്തും ഒരേപോലെയല്ല, ചില സ്ഥലത്ത് വളരെ കുറച്ചേ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവിടങ്ങളിലൊക്കെ വൈകുന്നേരം ആകുമ്പോഴത്തേനും പ്രയാസം വരും. അടുത്ത മാസത്തെ ശമ്പളം ക്രൈസിസ് ആകാൻ വളരെയധികം സാധ്യതയുണ്ട്. കാരണം ഇന്നത്തെ പ്രശ്നം കറൻസി ഇല്ല എന്നുള്ളതാണ്. സർക്കാരിൻ്റെ അക്കൗണ്ടിൽ പണം കിടക്കും. അടുത്ത മാസത്തെ പ്രശ്നം കറൻസി ഉണ്ടാവും, സർക്കാരിൻ്റെ അക്കൗണ്ടിൽ പണം ഉണ്ടാവും എന്ന് ഉറപ്പില്ല. അതൊരു ഗൗരവമായിട്ടുള്ള സ്ഥിതിയാണ്. തിരുവനന്തപുരത്തെ RSS നേതാവായ നമ്മുടെ പപ്പേട്ടൻ ഏതോ ചിട്ടിക്കമ്പനി പൊട്ടിയതിനാലാണ് CPM-ലേക്ക് പോയതെന്ന് BJP ജനറൽ സെക്രട്ടറി സുരേന്ദ്രൻ പറഞ്ഞപ്പോൾ ആരും വിശ്വസിച്ചില്ല. ഉള്ളിക്കറി പോലെ എന്തോ ഒരു പതിവ് തള്ളെന്നാണ് കരുതിയത്. കാരണം CPM ജില്ലാ സെക്രട്ടറി ആനാവൂർ നാഗപ്പനൊപ്പം സഖാവ് പപ്പേട്ടൻ CPM-ൻ്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിലിരുന്ന് പറയുന്നത് കേട്ട് ഞെട്ടിപ്പോയി. പത്മകുമാറാണ് RSSൻ്റെ സമുന്നതനായ നേതാവായിരുന്ന ആളാണ്. അദ്ദേഹം ഇപ്പോൾ RSS രാജിവെച്ച് CPM-മായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ തീരുമാനിക്കുകയാണ്. ദീർഘകാല ഈ പ്രസ്ഥാനത്തിന് വേണ്ടി കഷ്ടപ്പെട്ട പലരെയും അധികാരവും സ്വാധീനമൊക്കെ വന്ന സമയത്ത് അവരെ മറന്നുകൊണ്ട് പുത്തൻ ചില ആൾക്കാർ, എന്നുവെച്ചാൽ സാമ്പത്തികമായിട്ടും അല്ലാതെയൊക്കെ മുന്നോക്കം നിൽക്കുന്ന ആൾക്കാരെയാണ് ഇന്ന് പല രംഗത്തും പരിഗണിക്കുന്നത്.
വെറും 4 ദിവസം കഴിഞ്ഞ് സഖാവ് പപ്പേട്ടന് എന്ത് സംഭവിച്ചുവെന്ന് BJP ജില്ലാ സെക്രട്ടറി സുരേഷ് പറയുന്നത് കേൾക്കൂ. RSS വിട്ടുപോയത് IS ഭീകരതയിലേക്കായി എന്ന് പറഞ്ഞ് വരുന്നുണ്ട് നമ്മുടെ പപ്പേട്ടൻ. കാരാഗ്രഹത്തിലടയ്ക്കാൻ സാധ്യമല്ലാത്ത, അതുപോലെ തന്നെ ഈ നാടിന്റെ മുഴുവൻ ആവേശമായിട്ട് മാറാൻ പോകുന്ന, വെള്ളത്താൽ അയിപ്പിക്കാൻ സാധ്യമല്ലാത്ത ഒരു ഉജ്ജ്വലമായിട്ടുള്ള പരിവർത്തനത്തിന്റെ ചാലകത ഉൾക്കൊണ്ടുകൊണ്ട് ഇതാ വരികയാണ് ജി പത്മകുമാർ നമ്മുടെ ഈ വേദിയിലേക്ക് എത്തിച്ചേരുകയാണ്. ഉണ്ണിയമ്മേ, ഉടുമ്പിയെ ഞാൻ പിടിച്ചു. അപ്പ അവിടെ ഉണ്ടല്ലോ. നമ്മുടെ ബലിദാനികളെയും അവരുടെ കുടുംബത്തെയും ചിന്തിച്ച സമയത്ത് ഞാൻ ചെയ്തത് തെറ്റാണ് എന്നുള്ള ബോധ്യം എനിക്കുണ്ടായി. ആ തെറ്റിന് തീർച്ചയായിട്ടും എൻ്റെ പ്രസ്ഥാനം എനിക്ക് അർഹമായിട്ടുള്ള മാപ്പ് നൽകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അതെ, ഒരു തെറ്റുപറ്റിപ്പോയി. തിരുത്തുവാന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ തന്നെ RSS പത്മകുമാറിനെ മാലയിട്ട് സ്വീകരിച്ചു. എന്നാൽ വർഗവഞ്ചകരോട് RSS പൊറുക്കുന്ന പോലെ CPM പൊറുക്കില്ല. പക്ഷേ അജീവനാന്ത ശത്രുക്കളാണെങ്കിലും RSSകാരോട് CPM പൊറുക്കും. അവരെ അടുത്തിരുത്തി ഇത് നമ്മുടെ സ്വന്തമാണ് എന്ന് പറയും. എന്നാൽ കുലംകുത്തി എന്ന ആക്ഷേപം കേട്ടവരെ അവർ മറ്റൊരു പാർട്ടിയിലേക്കും പോയില്ലെങ്കിലും പിന്നെ തിരിച്ചെടുക്കുകയില്ല. അതാണ് ഈ പാർട്ടിയെക്കുറിച്ച് നിങ്ങൾക്ക് ഒരു ചുക്കും അറിയില്ലെന്ന് പറയുന്നത്. അപ്പോൾ പിന്നെ പാർട്ടി നടപടി നേരിട്ടവർക്ക് വേണമെങ്കിൽ RSSലേക്ക് പോയിട്ട് വേണേൽ തിരിച്ച് CPMലേക്ക് വരാം. എന്തായാലും പാർട്ടിയിൽ നിന്ന് പുറത്തുപോയി, ജോലി നഷ്ടപ്പെട്ടു. സ്വാഭാവികമായും മറ്റൊരു ജോലി തിരഞ്ഞെടുക്കേണ്ട ഒരു അവസരമാണ്. വലയിൽ വീണ കിളികളാണു വെയിലെരിഞ്ഞ വയലിലന്നു കൊയ്ത്തുപാട്ടു കേട്ടു പാറവേ. വെയിലെരിഞ്ഞ വയലിലന്നു കൊയ്ത്തുപാട്ടു കേട്ടു പാറവേ. ഞാനൊടിച്ച കതിരു പങ്കിടാൻ കൂടണഞ്ഞ പെൺകിടാവ് നീ. വേടനിട്ട കെണിയിൽ വീണു നാം വേർപ്പെടുന്നു നമ്മളേകരാ. കൂട്ടിലന്ന് പങ്കുവച്ചൊരാ പൊൻകിനാക്കളിനി വിരിയുമോ. അട്ടപ്പാടി ആദിവാസികൾ, കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കൾക്ക് കേൾക്കുമ്പോൾ തന്നെ ഒരു സുഖമാണ്. അവിടെയൊക്കെ പോയി പാവങ്ങളുടെ കഴുത്തിന് കുത്തിപ്പിടിച്ച് ഒരു ഉമ്മയൊക്കെ കൊടുത്ത് കുറേ പ്രഖ്യാപനങ്ങളൊക്കെ നടത്തി ഇങ്ങി പോരാം. ജനസമ്മതി നമുക്ക് കുറയുന്നുവെന്ന് കണ്ടാൽ ഈ പാവങ്ങളെ തേടി വീണ്ടും പോയി വരാം. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ കഴിഞ്ഞ ദിവസത്തെ അട്ടപ്പാടി സന്ദർശനം കണ്ടപ്പോൾ 3 വർഷം മുമ്പ് അദ്ദേഹത്തിൻ്റെ സർക്കാർ ഭരിച്ചപ്പോൾ നടത്തിയ യാത്രയാണ് ഓർമ്മ വന്നത്. ചെല്ലം ചാടി നടക്കണ പുൽച്ചാടി, ഞാനും നിന്നെ പോലൊരു പുൽച്ചാടി. തുള്ളി അലപ്പ് കൂട്ടില്ലാതെ റിപ്പ്, നീയോ ഞാനോ ഞാനോ നീയോ പുൽച്ചാടി. ചെല്ലം ചാടി നടക്കണ പുൽച്ചാടി, ഞാനും നിന്നെ പോലൊരു പുൽച്ചാടി. ഞാൻ അട്ടപ്പാടിയിൽ നിരവധി തവണ വന്നിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ഈ ആനവായി എത്തുന്നത്. ചാടി നടക്ക
എല്ലാവരെയും കാണാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ട്. ഞാനും എൻ്റെ ഭാര്യ അനിത, എൻ്റെ മകൻ രമിത് എന്നിവരോടൊപ്പമാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഈ സന്ദർശനം എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു അനുഭവമായി ഞാൻ കണക്കാക്കുന്നതാണ്. ഞാൻ പോയി വരട്ടെ മക്കളെ, 2-ാം തീയതി വരാം. ഏത് മാസം? എല്ലാ മാസവും 2-ാം തീയതി ഉണ്ടല്ലോ. 2013 ഈ യാത്ര കഴിഞ്ഞതോടെ അദ്ദേഹം ആഭ്യന്തരമന്ത്രിയായി. ഇതോടെ അദ്ദേഹം അട്ടപ്പാടി ആദിവാസി കോളനിയിലെ പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ടുണ്ടാകും എന്ന് നമ്മൾ കരുതും. ചുമ്മാ കരുതിക്കോ, വേണ്ടെന്ന് പറയാൻ ഇത് പഴയ 1000-ന്റെ നോട്ടൊന്നുമല്ലല്ലോ. 2016 അവസാനവും അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപനങ്ങളെല്ലാം അതേപടി ഉണ്ട്, ഒന്നും മാറിയിട്ടില്ല. അല്ലെങ്കിലും പാവങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ മാറിയാൽ പിന്നെ രാഷ്ട്രീയ നേതാവിന് എന്ത് വില? അതുകൊണ്ട് അട്ടപ്പാടിയിലെ പട്ടിണി അതേപടി നിലനിർത്തുന്ന എല്ലാ രാഷ്ട്രീയ നേതാക്കൾക്കും വേണ്ടി ഈ യാത്രയും സമർപ്പിക്കുന്നു. ഞാൻ അട്ടപ്പാടിയിൽ നിരവധി തവണ വന്നിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ഈ ആനവായി എത്തുന്നത്. 2 തവണ KPCC പ്രസിഡന്റ് ആയിരുന്നപ്പോഴാണ് സന്ദർശിച്ചത്. അന്ന് മുള്ളിയിൽ ഒരു ദിവസം താമസിക്കുകയും ആദിവാസി ഊരുകളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ മനസ്സിലാക്കാനുമാണ് ശ്രമിച്ചിട്ടുള്ളത്. പഞ്ചമുടിപ്പുഴ താണ്ടി ചെറുപുഞ്ചിരി ചുണ്ടിൽ ചൂണ്ടി കാടുകുലുക്കി വരുന്നേ സുരസുന്ദര കില്ലാടി. ഒരു അട്ടപ്പാടി പാക്കേജ് ഇന്ന് നിലവിൽ നിൽക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാം വേണ്ടി പല വീടുകളും പകുതി പൂർത്തിയാക്കിയിട്ടുണ്ട്. 2.5 ലക്ഷം രൂപയിൽ കൊടുത്ത പഴയ സ്കീമുണ്ട്. ആ വീടുകൾ പൂർത്തിയാക്കണമെങ്കിൽ ഇനിയും പണം വേണം. കുടുംബ പാക്കേജിന് നടപ്പാക്കാൻ ഗവൺമെന്റ് തീരുമാനിച്ചെങ്കിലും ദൗർഭാഗ്യവശാൽ ഒരു പൈസ പോലും ചെലവഴിക്കാൻ കഴിഞ്ഞിട്ടില്ല. തെളിനീരിനു മേലും കീഴും നാരദരാശി ചാട്ടുളി വീശി, തെളിനീരിനു മേലും കീഴും നാരദരാശി ചാട്ടുളി വീശി, കുഴികുത്തി കിണറുകളാക്കി കുടിനീരംഗം വെട്ടും വീരൻ യവനോ അവൻ ഇവനേ, ഈ അടിയൻ വേദപുരം തലവൻ. ഇവിടെ ഡോക്ടർമാരില്ല. ഞാനിവിടെ വന്നപ്പോൾ അട്ടപ്പാടിയിൽ ഒരു ഡോക്ടറുമില്ലായിരുന്നു. ഇടയ്ക്ക് ഞാനിവിടെ വന്നു പോയതിനു ശേഷമാണ് പകർച്ചവ്യാധി ഉണ്ടായത്. അന്ന് മന്ത്രി ശിവകുമാറുമായി സംസാരിച്ച് ഒരു ടീമിനെ ഇങ്ങോട്ട് അയച്ചു. അന്ന് ആരോഗ്യ സംവിധാനത്തിന് ആവശ്യമായ പരിചരണം നൽകണം എന്നുള്ള തീരുമാനം ഗവൺമെന്റിനെ കൊണ്ട് എടുപ്പിച്ചു. അങ്ങനെ 22 ഡോക്ടർമാരാണ് ഇന്ന് അട്ടപ്പാടിയിൽ പുതുതായി നിയമിച്ചിട്ടുള്ളത്. ഇപ്പോഴും ഏതെങ്കിലും അസുഖം വന്നാൽ അവരെ തൃശ്ശൂർ മെഡിക്കൽ കോളേജിലോട്ടോ തൃശ്ശൂരിലുള്ള സ്വകാര്യ മെഡിക്കൽ കോളേജിലോട്ടോ കൊണ്ടുപോകേണ്ട അവസ്ഥ നിലനിൽക്കുകയാണ്. സ്കാനിങ്ങിനുള്ള സൗകര്യങ്ങളില്ല. മറ്റ് അടിയന്തര സാഹചര്യങ്ങളിൽ നൽകേണ്ട ചികിത്സാ സംവിധാനങ്ങളുടെ അപര്യാപ്തത ഈ പ്രശ്നങ്ങൾ കൂടുതൽ ഗുരുതരമാക്കുന്നുണ്ട്. പഞ്ചമുടിപ്പുഴ താണ്ടി ചെറുപുഞ്ചിരി ചുണ്ടിൽ ചൂണ്ടി കാടുകുലുക്കി വരുന്നേ സുരസുന്ദര കില്ലാടി. അതുപോലെ തന്നെ ഇവിടെ ആവശ്യമുള്ള റേഷൻ കടയുടെ കാര്യം ബാബു ദിവാകരനോട് പറഞ്ഞു. ഞാൻ തിരുവനന്തപുരത്ത് എന്നാൽ തീർച്ചയായും മന്ത്രി അനൂപ് ജേക്കബുമായി സംസാരിച്ച് ഇവിടെ ഒരു റേഷൻ കട സ്ഥാപിക്കാൻ കഴിയുമെങ്കിൽ അടിയന്തരമായി സ്ഥാപിക്കാനുള്ള നടപടികൾക്ക് വേഗത വർദ്ധിപ്പിക്കും എന്ന് കൂടി പറയാൻ ഈ സന്ദർഭം വിനിയോഗിക്കും. റേഷൻ സ്ഥാനങ്ങൾ കിട്ടുന്നില്ല എന്നുള്ള പരാതിയും ഉയർന്നു വരുന്നുണ്ട്. അപ്പോൾ അത്തരം ധാരാളം പ്രശ്നങ്ങൾ ഇവർ നേരിടുന്നുണ്ട്. പഞ്ചമുടിപ്പുഴ താണ്ടി ചെറുപുഞ്ചിരി ചുണ്ടിൽ ചൂണ്ടി കാടുകുലുക്കി വരുന്നേ സുരസുന്ദര കില്ലാടി. ഇനിയും നീ ഇതുവഴി വരില്ലേ ആനകളെയും തെളിച്ചുകൊണ്ട്.